ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ക്രിസ്തീയ വിശ്വാസവും ക്രൈസ്തവ ജീവിതവും ധാരാളം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ഏറ്റുപറയുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ലോകത്തിൽ മറ്റെന്തിനേക്കാളും സ്വന്തം ജീവനെ വിലയുള്ളതായി കാണുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവരായ നാം മരണത്തേക്കാൾ ഭയക്കേണ്ടത് നിത്യജീവൻ നഷ്ടപ്പെടുന്നതിനെയാണ്. അതായത്, ക്രിസ്തുവിനെ പിന്തുടരുന്ന നമുക്ക് പ്രധാനപ്പെട്ടത് നിത്യജീവനാണ്. ശാരീരികമായി നമ്മെ കൊല്ലുവാൻ കഴിവുള്ളവരെക്കാൾ നാം ഭയക്കേണ്ടത് നിത്യജീവൻ നിഷേധിക്കുവാനും നരകം വിധിക്കുവാനും അധികാരമുള്ള ദൈവത്തെയാണ്. ഈ ലോകത്തിൽ നാം എടുക്കുന്ന തീരുമാനം നിത്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നോട് വിശ്വസ്തരായിരിക്കുവാനും പരസ്യമായി നിർഭയം തന്നെ ഏറ്റുപറയുവാനും യേശു ശിഷ്യരോട് ആവശ്യപ്പെടുന്നു. തന്നെ അംഗീകരിക്കുന്നവർക്ക് ആ അംഗീകാരം തിരിച്ചു കിട്ടും. തന്നെ തള്ളിപ്പറയുന്നവനെ ദൈവസന്നിധിയിൽ താനും തള്ളിപ്പറയുമെന്നാണ് യേശു നൽകുന്ന മുന്നറിയിപ്പ്. തൻ്റെ സാക്ഷികളെന്ന നിലയിൽ ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷയെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ സഹായത്തിനെത്തുമെന്ന് യേശു ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുന്നു. മാനുഷികമായി ദുർബലരാണെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനുള്ള ശക്തി നൽകുകയും എന്ത് പറയണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കൈവിലങ്ങുകൾ ക്രിസ്തുവിനെ പ്രതി വഹിക്കുന്നു. അതിനെ ഏതൊരു നിധിയേക്കാളും ഞാൻ വിലമതിക്കുന്നു. അതെനിക്ക് ആത്മീയ പവിഴമാലയാണ് എന്ന് പറഞ്ഞ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസിനെ പോലെയുള്ള രക്തസാക്ഷികൾക്ക് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ നമ്മുടെ ഓരോ ജീവിത മേഖലകളിലേക്കും കടന്നു വന്ന് അധരങ്ങളെ തുറക്കുന്നതും ജ്ഞാനം പകരുന്നതും ധൈര്യപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. യേശുവിനോടും യേശുവിൻ്റെ ശുശ്രൂഷകളോടുമുള്ള എതിർപ്പ്, നിരസനം എന്നിവ ഗുരുതരമായ പാപമാണ്. എന്നാൽ അതിലും ഗൗരവമേറിയതാണ് പരിശുദ്ധാത്മാവിനെതിരായി നാം ചെയ്യുന്ന പാപങ്ങൾ. പരിശുദ്ധാത്മാവിനോട് എതിർക്കുമ്പോൾ ദൈവത്തോട് തന്നെയാണ് നാം എതിർക്കുന്നത്. അതുകൊണ്ടാണ് അത് ക്ഷമിക്കപ്പെടാത്തത്. ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിർഭയം യേശുവിന് സാക്ഷ്യം നൽകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കൂദാശകളിലൂടെ ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സ്വരവും തിരിച്ചറിഞ്ഞാണോ ഞാൻ ജീവിക്കുന്നത്? ഈശോയെ, ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും വിലമതിക്കുവാൻ എന്നെ സഹായിക്കണമേ.